ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ട്രെയിലർ വന്നിരിക്കുകയാണ്, പുഷ്പ 2. നമുക്കറിയാം അല്ലു അർജുൻ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ, രശ്മിക, അങ്ങനെ ഭയങ്കര കാസ്റ്റിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് എനിക്കൊന്ന് കാണാത്ത ഒരു ഇന്ത്യക്കാര് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ഇപ്പൊ OTT റിലീസിന് ശേഷവും ഭയങ്കര റീച്ചായ സിനിമയാണ്. അതിനു മുമ്പ് തന്നെ 400-450 കോടിയോളം കളക്ഷൻ കിട്ടിയ പടമാണ് പുഷ്പ എന്ന് പറയുന്നത്. കൂടുതലും ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കളക്ഷൻ കിട്ടിയ ഒരു സിനിമ കൂടിയാണ്. അവരും നമ്മളെ പോലെ തന്നെ അവർ ചെറിയൊരു ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ ഇതിന്റെ ഇപ്പൊ അത് ചെറിയൊരു ഫൈറ്റിന്റെ ചെറിയൊരു ഗ്ലിംസ് പോലെ ഒരു വീഡിയോ വന്നിരിക്കുന്ന വേറൊരു വേഷം കിട്ടി അല്ലു അർജുൻ വരുന്നത്. ഇപ്പം ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ പോർഷന്റെ എൻഡിങ് നമുക്കറിയാം, ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ നമ്മുടെ അല്ലു അർജുൻ ഭയങ്കര ഒരു ശത്രുതയിലേക്ക് മാറുന്നത് വെച്ചാണ് ഈ ഒരു സിനിമ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫഹദ് ഫാസിലിന് ഇതിനകത്ത് കൂടുതൽ പരിപാടികളൊക്കെ പുള്ളിയുടെ നല്ല റോളായിരുന്നു. പുള്ളിയുടെ വില്ലനസ് അതിനകത്ത് തന്നെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. നമ്മളിപ്പോ സെർച്ച് ചെയ്ത സമയത്ത് ഇതിന്റെ മലയാളം ട്രെയിലർ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മള് അല്ലു അർജുന്റെ സ്വന്തം ഭാഷ തെലുങ്കിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നേരെ നമുക്ക് ആ ട്രെയിലർ കണ്ടു നോക്കാം. ఎవరెవడు తెప్పంటే లెక్కలేదు, అవునంటే భయం లేదు. వీళ్ళు తెలియద బాధ్యత अक्षर नाम छोटा है लेकिन साउंड बहुत बड़ा. పుష్ప అంటే పేరు కాదు, పుష్ప అంటే బ్రాండ్. ఇవన్నీ నా పెళ్ళం మాట మూడింటే ఎట్ట ఉంటుందా ప్రపంచానికి చూపిస్తా. పార్టీ ఉంది పుష్ప, పార్టీ ఉంది. నాకు రావాల్సిన పైసా నాయనా తనైనా. అది 7 కొండల మీద ఉన్నా, 7 సముద్రాలు దాటున్నా తెచ్చుకునేదే పుష్ప అన్నమాట. పుష్ప అంటే నేషనల్ అనుకుంటారా, ఇంటర్నేషనల్. ആറിലങ്ങനെയുണ്ടല്ലേ ఫైర్ కదా, వైల్డ్ ఫైర్. അതുകൊണ്ടല്ല ആരായിരുന്നു നമ്മള് ഫസ്റ്റ് കണ്ടപ്പോൾ നെക്സ്റ്റ് സിനിമ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അത് തന്നെയാണെന്ന് വെച്ചാൽ അല്ലു അർജുൻ ഇൻറ്റു നമ്മുടെ ഫഹദ് ഫാസിൽ രണ്ടുപേരുടെയും പരിപാടികളാണ് ഈ ഒരു സിനിമ. ഈ ട്രെയിലറിനകത്ത് തന്നെയാണെങ്കിലും ഇല്ലേ, നമുക്ക് ഇപ്പൊ വില്ലൻ ആണെങ്കിലും വില്ലന് ശരിക്കും പ്രാധാന്യം ഈ ഒരു ഇല്ലേ ഫഹദ് ഫാസിലിന് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഓരോ പോർഷനകത്ത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ആ ഒരു കുറെ സീൻസും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ തന്നെ അത് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. കുറെ ബീജം ആണെങ്കിലും ഫസ്റ്റിനകത്ത് ഇതിനകത്ത് വേറെ വ്യത്യാസം കുറച്ചൊക്കെ ഉള്ളു. എന്നാലും ഫസ്റ്റിനകത്ത് ആ ഒരു ബീജം വെക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിലൊക്കെ എൻജോയ് ചെയ്ത് ബീജം തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ എന്താണ് ഈ വേൾഡ് വൈഡ് എന്നിട്ട് ഇന്റർനാഷണൽ പരിപാടികളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. കൂടുതലും ആ ഡോണ് വലിയൊരു ഇല്ലേ, ഇപ്പൊ പുഷ്പ എന്നുള്ളത് വലിയൊരാളായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സംഭവമൊന്നുമല്ല.
പിന്നെ അതിനകത്ത് ഇപ്പൊ ഹെലികോപ്റ്റർ വരുന്ന സീൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ പണം വാരുന്നതിന്റെ ഒരു ഗോഡൌൺ ഫുള്ള് പണം കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും വളർന്ന ഒരാളും ഫഹദും തമ്മിലുള്ള സംഭവങ്ങളാണ്. ഡിസംബർ 5-നാണ്. അപ്പം ഇത് തന്നെ ഈ സ്മഗ്ലിങ്ങും പരിപാടിയും അതിനകത്ത് എനിക്കൊരു ത്രില്ലിങ്ങും ഫുള്ള് മാസും. ഈ സത്യം പറഞ്ഞ ഈ സിനിമയെ കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് കത്തിയുണ്ട് ഇല്ലേ, അത് കാണിക്കുന്ന ഭയങ്കര കത്തി, അങ്ങനെ വിചാരിച്ച് ഈ സിനിമ പോയി കാണരുത്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ കുറച്ചൊക്കെ ഓവറായിട്ട് കാണിച്ചാലേ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പുഷ്പ എന്നുള്ള ഇപ്പൊ ഇതിനകത്ത് തന്നെ പറയുന്ന ഒരു ബ്രാൻഡാണ് പുഷ്പ എന്നുള്ള ബ്രാൻഡ് എന്ന് പറയുന്ന പടത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണും. നമ്മൾ അങ്ങനെ ആ രീതി പോയി അത് എൻജോയ് ചെയ്യുക. അപ്പം ആ ഒരു സെൻസോടെ ഈ ഒരു പടം പോയി കാണാവുള്ളൂ. എന്തായാലും ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക കളർഫുള്ളാണ്, ഒരു മാസ് മസാല, ഒരു തെലുങ്ക് പടം തന്നെയാണ്. അപ്പം അല്ലു അർജുന്റെ സ്റ്റൈലിഷ് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട് വിത്ത് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ. അപ്പം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ 5 ഇതുവരെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.